ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വേറൊന്നുമല്ല, ഒരു എഗ് ഓംലേറ്റ് തയ്യാറാക്കാം. എല്ലാവരും വീട്ടിൽ എപ്പോഴും മുട്ട കാണുമല്ലോ, അപ്പോൾ മുട്ട വെച്ചിട്ട് നമുക്കൊരു ഓംലേറ്റ് തയ്യാറാക്കാം. പക്ഷെ അതിൽ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഓംലേറ്റ് തയ്യാറാക്കാൻ ആർക്കും അറിയില്ലേ എന്നാകും. അങ്ങനെയല്ല, ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരു ഓംലേറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കണ്ടല്ലോ, ചെറിയ പീസായിട്ട് റൗണ്ട് ഷേപ്പിൽ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോളം, ചീസല്ല കേട്ടോ, ബട്ടറാണ്. ഞാൻ കുറച്ചൊന്ന് സ്ലൈസ് ചെയ്ത് ഉരച്ച് ചെറിയ ചെറിയ പൊടികളായിട്ട് വച്ചിരിക്കുന്നതാണ് ബട്ടർ. പിന്നെ ക്യാബേജ് കുറച്ചായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇത് ക്യാപ്സിക്കം, 3-4 പിസ്സ. ഇത്രയുമാണ് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നമുക്ക് ഫസ്റ്റ് ഒരു പാൻ എടുക്കാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാവട്ടെ. ആ സമയം നമുക്ക് മുട്ട പൊട്ടിച്ച ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ 2 മുട്ട എടുത്ത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പാല്. ഒത്തിരി ഇല്ല, കുറച്ച് മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ കുറച്ച് പാല് ഞാൻ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്. ഇനി നന്നായിട്ട് നമുക്കിതിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. സ്പൂണിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലും ബാക്കി എല്ലാം ഇതിൽ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായല്ലോ. ഇനി ചെയ്യാനുള്ളത് കണ്ടോ, പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എല്ലായിടത്തും നന്നായിട്ട് ആവണമല്ലോ, അതുകൊണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ആവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക്, ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം വെക്കാൻ കേട്ടോ, എണ്ണ ആവശ്യത്തിനുണ്ട്, അതുകൊണ്ടാണ്. ഉണ്ടല്ലോ, ഇതേമാതിരി ടൊമാറ്റോ വെച്ചു. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് ക്യാരറ്റ്. കണ്ടോ, ക്യാരറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ക്യാബേജ്. ക്യാബേജ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന മുട്ട ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത്രയും നേരം ലോ ഫ്ലെയിമിലായിരുന്നു, ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് ചോളം, കോൺ ഇട്ട് കൊടുത്തു. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. 4-5 പിസ്ത. ഇത്രയുമായി. ഇതിന് നമുക്ക് കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വെക്കാം. ഞാനിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഉണ്ടല്ലോ, ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, പുറത്ത് വെന്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, ഞാനത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചു. അതിന് പകരം വേറൊരു പാൻ എടുത്തു വെച്ചു. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. കണ്ടോ, ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കളർ സൈഡിലെ ഒരു ബ്രൗണിഷ് കളർ വന്നതാണ്. കുറച്ചൊന്ന് റെഡിയാവട്ടെ. അപ്പോഴേക്കും പാൻ ചൂടാവും. പാൻ ചൂടായി കഴിഞ്ഞു. കുറച്ച് ഓയിൽ നമുക്ക് ഒഴിക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മാത്രം മതി. നോൺ സ്റ്റിക്ക് പാനാണ്, അതൊന്ന് കുറച്ച് മതി. ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി, ഹൈ ഫ്ലെയിം ആക്കണ്ട. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ എഗ്ഗ് കണ്ടോ, ഇതിനെടുത്ത് നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഞാനിതിലേക്ക് മറിച്ചിട്ട് അത് കാണിക്കാത്ത എന്തുകൊണ്ടെന്നോ, ചില സമയം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകാറുണ്ട്. ഇരുന്ന സാധനം എന്തെങ്കിലും ടൊമാറ്റോയോ അതോ എന്തെങ്കിലും പീസായിട്ട് ചിലപ്പോൾ ഇളകി വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ രീതി കാണിക്കാതെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പാനിൽ നിന്ന് ഇതിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ടൊമാറ്റോ ഒക്കെ കണ്ടല്ലോ, ടൊമാറ്റോയും ക്യാരറ്റും ഏകദേശം എല്ലാം നല്ല കറക്റ്റ് ലെവലിൽ ഇരിപ്പുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. മതി, ഓഫ് ചെയ്യാം. നമുക്കിതിനകത്ത് നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
കണ്ടല്ലോ, ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടേക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടേക്കാം. ഇനി നമുക്ക് കണ്ടോ, ഒരു പീസായിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, പീസായിട്ട് വരും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എഗ്ഗ് മാത്രം മതി, പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഫേവറേറ്റ് വെജിറ്റബിൾസ് ആണ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ടൊരു എഗ്ഗ് ഓംലേറ്റ് തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ എഗ്ഗ് ഓംലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണല്ലോ. ഇത് കണ്ടില്ലേ, സൂപ്പറായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നിങ്ങൾക്ക് എന്താ ലഞ്ചായിട്ടോ കഴിക്കാം. കാരണം അത്രയും ഹാർഡായിട്ടാണ്, ഒത്തിരി ഇൻഗ്രീഡിയൻസ് അത് ചേർന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. ഇത് മതി നോർമലി നമുക്ക് കഴിക്കാൻ, അല്ലേ? ഡയറ്റ് ആയിട്ടുള്ളവർക്കും ഇത് കഴിക്കാൻ ബെസ്റ്റാണ്. ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ, ഒലിവ് ഓയിലാണെങ്കിൽ ബെറ്റർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് റെസിപ്പി എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടപ്പെടുകയാണല്ലോ. ഇനി നല്ല നല്ല പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.